സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും കർത്താവ് നമ്മെ പരിപാലിച്ച് തൻ്റെ സന്നിധിയിലേക്ക് സമാധാനത്തോടെ നമ്മെ കൂട്ടിവരുത്തിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്ന് ഓരോ ദിവസവും നമ്മളെ ജയോത്സവമായി അവിടുന്ന് നടത്തുന്നല്ലോ. തൻ്റെ കരുണയിൽ നമ്മെ കാക്കുന്നല്ലോ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതിനാണല്ലോ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ബലവും സങ്കേതവുമായി, കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയായി, നമ്മെ പരിപാലിക്കുന്ന അവൻ്റെ ദയയ്ക്കായി നമുക്കവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യു ആർ വർതി ടു ബി പ്രൈസ്ഡ്. അങ്ങ് സ്തുതിക്ക് യോഗ്യനാണല്ലോ കർത്താവേ. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണല്ലോ. സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാണല്ലോ. സകല നാമത്തെക്കാളും മേലായ നാമമുള്ളവനെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു രാവിലെയും. ഹല്ലേലൂയ, 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 hallelujah, 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 hallelujah. We praise you, Lord. We praise you, Lord. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. hallelujah. Praise you, Lord. 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 hallelujah. നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദയയും കരുണയും കൊണ്ട് നമ്മെ അണിയിച്ച് ഹല്ലേലൂയ നമ്മുടെ ജീവനിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ആത്മാവിൽ ജീവൻ പകർന്നു തന്ന് നിത്യജീവന്റെ ആമേൻ ഹല്ലേലൂയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്ന് നമ്മെ ഓരോ ദിവസവും ഹല്ലേലൂയ പ്രത്യാശയോടും സമാധാനത്തോടും ജയോത്സവമായി നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Lord. 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 Hallelujah, 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 hallelujah. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാവിലെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തിരുമുൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിലേക്ക് നമുക്ക് അടുത്തു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അവിടുത്തെ നാമത്തെ നമുക്ക് ഉയർത്താം, അവിടുത്തെ നമസ്കരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഭാ ഹാളിൽ അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരട്ടെ. ആ വചനത്തിലൂടെ കർത്താവ് നമ്മെ പോഷിപ്പിക്കട്ടെ. പാട്ടുകൾ പാടി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. സർവോപരി കർത്താവിന്റെ നാമം മാത്രം ഇവിടെ ഉയർന്നു നിൽപ്പാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് വേണ്ടി നമ്മെ തന്നെ ഈ പ്രാഥമിക നിമിഷത്തിൽ തന്നെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ആരാധന അനുഗ്രഹത്തിന് തടസ്സമായി നിൽപ്പാനിടയാകാതെ വണ്ണം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. Praise you, Lord. 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 Hallelujah. 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 Praise you, praise you, praise you, praise you, praise you, praise you, praise you. രാവിലെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയാം കുടുംബത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാരീരികമായ ആരെങ്കിലും ഭാരം അനുഭവിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വിടുതലിന്റെ കരം അവരുടെ ശരീരത്തിന്മേൽ ഹല്ലേലൂയ കാണേണ്ടതിന്, ആമേൻ സൗഖ്യത്തിന്റെ കരം കാണേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യമില്ലാതെ ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ തിടുക്കത്തോടെ ആയിരിക്കുന്ന ജയിലുകളിലും മറ്റായിരിക്കുന്ന നമ്മുടെ ആമേൻ കൂട്ടുവിശ്വാസികളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരുണ്ട്. അവരേത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ അവർ വിവിധ രാജ്യങ്ങളിലാണെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവസഭയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യമില്ലാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടെങ്കിൽ ദൈവദാസന്മാരെ ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തെയാണ് നാം ഇന്ന് രാവിലെയും ഈ സഭാ ഹാളിലും ഉയർത്തുന്നത്. മറക്കരുത്. ഹല്ലേലൂയ. എല്ലാ നാമത്തെക്കാളും മേലായ നാമമുള്ള ഹല്ലേലൂയ സകല രാജാക്കന്മാരിൽക്കാളും മേലായ രാജാവായിരിക്കുന്ന സർവത്തിൻ്റെയും ഉടമസ്ഥനായിരിക്കുന്ന സൃഷ്ടിതാവായിരിക്കുന്ന സർവത്തെയും ഭരിച്ചു നടത്തുന്ന ആമേൻ നല്ല കർത്താവിനെ ഇന്ന് രാവിലെ ഹല്ലേലൂയ നമ്മുടെ മുഴുവൻ ബലവും നമ്മുടെ മുഴുവൻ ആമേൻ ഹല്ലേലൂയ ശക്തി ഉപയോഗിച്ച് കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ,
പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവിൽ സകല ശുശ്രൂഷകളുമായി തീരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. ഹല്ലേലൂയ. നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ ആരാധന യോഗത്തെ മാത്രം വഹിച്ചുകൊണ്ട് സഹോദരന്മാരുടെ നടുവിൽ നിന്ന് ഒരാൾക്കും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. Thank you, Lord. സ്തോത്രം. Praise you, Lord. Hallelujah, hallelujah, hallelujah. സ്തോത്രം, 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 സ്തോത്രം. Yes, Lord. Hallelujah. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹായിക്കണമേ. സ്തോത്രം, 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 സ്തോത്രം. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. Yes, Lord. Hallelujah. സ്തോത്രം. Thank you, Lord. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. Thank you, Lord. Hallelujah. Praise you. Yes, Lord. Praise you, Lord. Praise you, Lord. Praise you, Lord. സ്തോത്രം, സ്തോത്രം. Hallelujah. Hallelujah. Praise you, Lord. സ്തോത്രം, സ്തോത്രം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. എപ്പോഴും നമുക്ക് കർത്താവിനെ ആരാധിപ്പാനായി, അവനെ സ്നേഹിപ്പാനായി, അവനെ സ്തുതിപ്പാനായി നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മൾ ആരായിരുന്നു എന്നുള്ളതും നാം ഇപ്പോൾ ആരായിരിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ഞാനൊരു ഭൗതികമായ നിലവാരമേ അല്ല പറഞ്ഞത്. നിത്യമരണത്തിലായിരുന്നു നാം. നിത്യജീവനുള്ളിൽ നമുക്ക് നൽകി തന്ന ദൈവസന്നിധിയിൽ നമ്മെ കൂട്ടി വരുത്തിയ കർത്താവിനെ സ്തുതിക്കാതിരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നീടത്തിൽ വന്നതും, നീയല്ലോ ഞങ്ങൾക്കായി മന്നീടത്തിൽ
യേശുവിന് ആരാധന. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവിന് ആരാധന. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവിന് ആരാധന. We praise you Lord. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങ് വലിയ ദൈവം, അങ്ങേ പോലെ മറ്റൊരു ദൈവമല്ല. പാപത്തിന്റെ ചേറ്റിലായിരുന്നു ഞങ്ങളെ വിടുവിച്ച് അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളെ രക്ഷിച്ച് നിത്യജീവനുടമകളാക്കി തീർത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടി വരുത്തിയതോർത്ത് We praise you Lord. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും ആഗ്രഹിപ്പാനില്ല. അങ്ങ് വലിയ ദൈവം, അങ്ങേ പോലെ മറ്റൊരു ദൈവമില്ല. We praise you Lord. We praise you Lord. Thank you Lord. അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. Praise you, praise you, praise you, praise you, praise you, praise you, praise you. Hallelujah, 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 hallelujah. പരിശുദ്ധനായ പിതാവേ, ഈ അനുഗ്രഹപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരു ഞായറാഴ്ച പകലൂടെ കാണുവാൻ ഞങ്ങളെ അനുവദിച്ചതിനായി നന്ദി പറയുന്നു. സഭയായ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഇന്നിവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ അങ്ങ് ബലപ്പെടുത്തുമാറാകണം. അങ്ങ് ഞങ്ങളോട് ഹൃദയമായി സംസാരിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാഥമികമായ പാട്ടുകളിലൂടെ ഞങ്ങളുടെ സാക്ഷ്യങ്ങളിലൂടെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ ആയി പ്രസ്താവിക്കുന്നതെന്ന് അങ്ങയുടെ വചനത്തിൽ കാണുന്നത് പോലെ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞുള്ള സ്തോത്രം, ഹല്ലേലൂയ, സ്തുതികൾ, സാക്ഷ്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവിന്റെ ആത്മാവ് സകലത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണമേ. വചനത്തിൽ കാണുന്നത് പോലെ ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വം കരേറ്റുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ അങ്ങേ ആരാധിക്കുമ്പോൾ സ്വാതന്ത്ര്യമില്ലാതെ വിബന്ധനകളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുമാറാകണമേ. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെയും അനുഗ്രഹിക്കുമാറാകണം. കർത്താവിന്റെ നാമം സകലത്തിലും മഹത്വപ്പെടുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ ഈ സഭാ ഹാളിലും സൂം ലൈനിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമർദ്ദവനായ കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കട്ടെ. നാം പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാനായി പോകുന്നതിന് മുമ്പേ ഒരു സങ്കീർത്തന ഭാവം വായിച്ചു കർത്താവിന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. 48-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalm number 48. Let us read it responsively. വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീശ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവീൻ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു.
അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് അക്ഷരികമായി കാണുവാൻ ഒരു ആലയമുണ്ട്. ഉയർന്നു നിൽക്കുന്ന പർവ്വതമായ യെരുശലേം അവർക്ക് വളരെ അഭിമാനം കൊള്ളത്തക്ക രീതിയിൽ അവർ ചിന്തിക്കുന്നതാണ്. ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനുള്ളത് 9-ാം വാക്യമാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. വേറെ ഒന്നും ഇവിടെ ചിന്തിക്കുവാൻ പാടില്ല. നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ദയ കാരണമാണ്, അവന്റെ വിശ്വസ്തത കാരണമാണ്, അവന്റെ കരുണ കാരണമാണ്, അവന്റെ കൃപയും അവന്റെ മനസ്സലിവും കാരണമാണ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കി ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ അവന് നന്ദി പറയുവാൻ തക്കവണ്ണം നമുക്ക് അവൻ നൽകിയ ഉപകാരങ്ങളെ ഓർത്ത്, നിത്യജീവനെ ഓർത്ത്, പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകി തന്നതോർത്ത്, പുത്രനെ ദാനമായി നൽകി തന്നതോർത്ത്, പ്രത്യാശ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നതോർത്ത്, സമാധാനം നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നതോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ സ്റ്റാൻസ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്ന് ഞാൻ അന്യനായി അനാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് ഇന്ന് നാം ദൈവസേനയിലായിരിക്കുന്നത്. നാം ദൈവത്തെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ചതല്ല. ദൈവം നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, ഹല്ലേലൂയ, തകർന്നിരുന്ന ആ അവസ്ഥകളിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്നതുകൊണ്ട് മാത്രമാണ് നാം ദൈവസേനയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ധ്യാനത്തോടെ, ആ ചിന്തയോടെ ഈ സ്റ്റാൻസി ഒന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ
രുചിച്ചറിഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് അവനെ സ്തുതിപ്പാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അവന്റെ സ്നേഹമാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Lord, 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 praise you Lord. Hallelujah, we praise you, we praise you, we praise you, we worship you. Hallelujah. Hallelujah, 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 hallelujah. Thank you Lord, we praise you, we praise you, we praise you, we praise you. Hallelujah, 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 hallelujah. യാക്കോബിൻ ദൈവം എന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവം എന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ നടത്തിടുമേ. ഓരോ
Hallelujah, we praise you, Lord. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു വിഷയമാണ് എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ്. എന്നാൽ ഇന്ന് ഇത് ഏറ്റുപറയാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പാടാം, യേശുവേ നിന്നെ പോലെ ആരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ ആർ. ഹല്ലേലൂയ. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഹല്ലേലൂയ. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ദൂതന്മാരിൻ ഭോജനത്താൽ നീ നിൻ ജനത്തെ പോഷിപ്പിച്ചു, ദൂതന്മാരിൻ ഭോജനത്താൽ നീ നിൻ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ, അങ്ങെപ്പോലെ ആരുമില്ല, നിൻ ജനത്തെ സ്നേഹിച്ചിടാൻ. യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ഓ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു, മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങെപ്പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനെ, അങ്ങെപ്പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനെ. യേശുവേ പോലാരുമില്ല, എന്റെ യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, എന്റെ യേശുവേ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കർത്താവേ, ദേവന്മാർ
എന്നും അങ്ങയുടെ നാമത്തിന് തുല്യമായി വേറെ ഒരു നാമം സ്വർഗത്തിലോ ഭൂലോകങ്ങളിലോ അധോലോകങ്ങളിലും ഇല്ല എന്നും അങ്ങയുടെ നാമം മാത്രം സകലത്തിനും മീതെ ഉന്നതമെന്ന് കർത്താവേ ഒരു പ്രാവശ്യം കൂടെ പാടി ഘോഷിക്കുവാൻ ഒരവസരം കൂടെ തന്നതിനായി നന്ദി കർത്താവേ. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമായി ജീവപര്യന്തം നടത്തുമെന്ന് വാഗ്ദത്തം തന്നതിനായി നന്ദി കർത്താവേ. എല്ലാ ആരാധന സ്തുതി മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. തുടർന്നുള്ള ശിശുക്കളും തിരുസ്ഥാനത്ത് വ്യാപരിച്ചാട്ട് മഹത്വം എടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം ദൈവാലയത്തിലും സൂമിലും കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലും ഭൂമിയിലും എന്തുകൊണ്ടാണ് അവനെ ആരാധിക്കുന്നറിയാമോ? ഇവനെ പോലെ വേറൊരുത്തനില്ല. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായി ആരുമില്ല. നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ, അവൻ നല്ലവനെന്ന് പറയുവാൻ, അവൻ തന്ന ആയുസ്, ആരോഗ്യം എത്രയോ വലുതാ, അല്ലയോ? ദൈവത്തിന് സ്തോത്രം. റൂമിലുള്ള പ്രിയപ്പെട്ടവർ, ആലയത്തിൽ കടന്നു വന്ന ആ വാത്സല്യ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കായും കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം സാഹചര്യം ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവും. നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സുണ്ടല്ലോ കർത്താവിന് വേണ്ടിയാ. തന്നിരിക്കുന്ന ശബ്ദം കർത്താവിന് വേണ്ടിയാ. തന്നിരിക്കുന്ന ആരോഗ്യം കർത്താവിന് വേണ്ടിയാ. നാം ഭൂമിയിലുള്ള കാലത്തോളം അവനെ സ്തുതിക്കുവാൻ, ഞാൻ ഉള്ള നാളോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യുമെന്ന സംഗീതക്കാരൻ പറയുന്നത്. ഈ പകൽക്കാലം കാണുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ചിട്ട്. ചില പുതുമുഖങ്ങൾ പോലെ കാണുന്നു, ഒരുപക്ഷെ പുതുമുഖങ്ങളായിരിക്കില്ല. കാരണം എല്ലാവരും മാസ്ക് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പാസ്റ്റർ മക്കാലൻ അല്ലയോ? അതെ, പാസ്റ്റർ സൈമൺ നമ്മുടെ മധ്യയുണ്ട്. ആ പ്രിയപ്പെട്ടവരെയും അടുത്തിരിക്കുന്ന ആൾ മകൻ അവരോട് സ്തുതിക്കുന്നു. മക്കാനിലായിരിക്കുന്ന കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന ആ വാത്സല്യ പ്രിയപ്പെട്ട ദേവദാസിനെ ഓർത്ത് നമ്മൾ മിക്കവാറും കാണുന്നത് നമ്മുടെ സ്റ്റാഫോട് നടക്കുന്ന ചന്ദ്രൻ ബ്രദറും പി കെ തോമസ് ബ്രദറും എല്ലാം നടത്തുന്ന ഒരു മീറ്റിങ്ങിൽ മിക്കവാറും കടന്നു വരാറുണ്ട്. നമ്മുടെ പ്രിയ അത് തന്നെ അമ്മാമിക്കായ കർത്താവിന് സ്തോത്രം, പുന്നുസച്ചായൻ്റെ അമ്മാമിക്കായ കർത്താവിന് സ്തോത്രം ഒന്നിച്ച് ആലയത്തിൽ ആരാധിച്ചവരാണ്. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠമായിരിക്കാൻ ദൈവസാവകാശമൊരുക്കി. ഹോസ്റ്റലിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. അവരെ ഓർത്ത് കർത്താവിൻ്റെ സ്തോത്രം. പുറയിരിക്കുന്ന ഒന്ന് രണ്ട് പേരെ പരിചയപ്പെടുത്തണമെന്ന് എനിക്കറിയത്തില്ല. എനിവേ എല്ലാവർക്കായും കർത്താവിൻ്റെ സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയാതെ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ പരിചയപ്പെടുത്തണം. കർത്താവിൻ്റെ ഈ പുതുതായിട്ട് വന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷി വരാനുള്ള സാവകാശമുണ്ട്. കർത്താവിൻ്റെ ദാസന് അല്പം 4-5 മിനിറ്റ് എടുത്ത് സംസാരിക്കാനുള്ള സാവകാശമുണ്ട്. സൂമിലുള്ള ഞാൻ നോക്കണമല്ലയോ, സൂമിലുള്ള പ്രിയപ്പെട്ടവർക്ക് ആദ്യമായിട്ട് ഞാൻ അയപ്പാട് വെച്ച് പ്രസംഗിക്കാൻ വേണ്ടിയല്ല, സൂമിനെ ആൾക്കാരെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ആൾക്കാർ വിമർശിക്കാൻ മെടുക്കലാണല്ലോ, അതുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ സൂമിൽ ഇത് ഇടാത്തത് ഇവിടെ ശുശ്രൂഷിക്കുമ്പോഴൊക്കെയും അത് നോക്കിയല്ല അത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മാറ്റിയത്, അല്ലാതെ വേറൊന്നുമല്ല. ഇതിന് എല്ലാവരും സൂമിലുള്ളവരുണ്ട്, പക്ഷെ മിക്കവാറും അവർ നിൽക്കുന്നത്, അവർ ചായ കുടിക്കുന്നത്, അവർ മിണ്ടാതിരിക്കുന്നതൊക്കെയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും ഇടുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഇവിടുത്തെ പൾസോട് നോക്കിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. കടന്ന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇനിയും സാക്ഷി സമയമാണ്. സൂമിൽ ആരെങ്കിലും ഉണ്ടോ? ജോൺ ചാപ്റ്റർ 17 വേർഡ്സ് 1 and 2.
ആമേൻ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അല്പം ധ്യാനിക്കാമായി വചനത്തിൽ. കഴിഞ്ഞ ആഴ്ചയിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാ. ഇന്ന് പകൽക്കാലം കേൾക്കാൻ പോകുന്ന വചനം നമ്മെ ഒരു തീരുമാനത്തിലേക്ക് നയിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കണേ, ഒന്നിച്ച് പ്രാർത്ഥിക്കണം. നാഴിക വന്നിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അവന്റെ നാമം മഹത്വം എടുക്കുക. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പ്രാർത്ഥനാ വിഷയങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും സമയം അടുത്തിരിക്കുന്നു ദൈവനാമം മഹത്വമെടുക്കുവാൻ എന്നുള്ള ദൂത് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഒന്ന് സ്തുതിക്കാമോ? മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. യേശു വല്ലഭൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും കർത്താവേ, മഹത്വത്തിനും മാനത്തിനും സ്തോത്രത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും അവിടുന്ന് യോഗ്യനാണ്. യോഗ്യനായവനെ യോഗ്യതയോടെ ആരാധിക്കുവാൻ ആലയത്തിലേക്ക് കൊണ്ടുവന്നോർത്ത് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കും, ഞങ്ങളോട് സംസാരിക്കുമല്ലോ. യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിயின் വചനങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കർത്താവ് നമുക്ക് നൽകി. കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചു, സമയം കിട്ടിയില്ല, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഇൻട്രൊഡക്ഷനാണ്. അതിൽ യേശു പബ്ലിക്കിനോട് സംസാരിച്ചു. പർവ്വതത്തിലും താഴ്വരയിലും ഊരുകളിലും ഗ്രാമങ്ങളിലും ഭവനങ്ങളിലും അവൻ സംസാരിച്ചു. അനേകരും അവന്റെ പിന്നാലെ കൂടി വിവിധ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ. എന്നാൽ താൻ തിരഞ്ഞെടുത്തവരുണ്ട്.
Praise the Lord. അവൻ മലമേൽ കയറി തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു. ഓ, ആ തിരഞ്ഞെടുപ്പിനകത്ത് നമ്മളും ആകാൻ ദൈവം ഇടയാക്കിയല്ലോ. ദൈവമക്കളെ, നാം ദൈവമക്കളായതിൽ അഭിമാനം കൊള്ളണം. ആ തിരഞ്ഞെടുപ്പിനകത്ത് എന്നെയും ഉൾക്കൊണ്ടല്ലോ. ഹല്ലേലൂയ. യോഹന്നാൻ 14, 15, 16 അവരോട് പറയുന്ന, തിരഞ്ഞെടുത്തവരെ അടുക്ക വിളിച്ചിട്ട് തുടങ്ങുക. ഇതൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 3.5 വർഷം കൂടെ നടന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വിവിധ ഇടങ്ങളിൽ നിങ്ങൾ കണ്ടു. ഞാൻ ആരെന്ന് നിങ്ങൾ വെളിപ്പെടുത്തിയ സമയങ്ങൾ ഞാൻ ഓർക്കുന്നു. നിനക്കൊന്നും സംഭവിക്കരുത്, ഞാൻ വേണം എന്റെ ജീവനെ കൊടുത്തരാമെന്ന് പറഞ്ഞവർ കൂടെ ഇതിനകത്തുണ്ട്. പക്ഷെ സാഹചര്യം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഓ, നമ്മുടെ ജീവിതത്തിന് അനുഭവം അല്ലേ അത്? സാഹചര്യം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങുവാൻ സാധ്യതയുണ്ട്. വരുവാൻ പോകുന്ന കാര്യം ഇന്നേ അറിയാവുന്ന ഗുരു ഇന്ന് പകൽ ഇവിടെയുണ്ട്. 2021 അവസാന ദിവസം വന്നിരിക്കും. 22 ശേഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ അറിയാവുന്നവൻ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിന്നെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നിന്റെ ചിന്തിക്കുന്ന വിഷയത്തെക്കുറിച്ചും നിന്റെ ജീവിതത്തിന്റെ വിഷയം അറിയാവുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നിനക്ക് ഇന്നത്തെ കാര്യമേ അറിയത്തുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള ബന്ധത്തിൽ നാളത്തെ കാര്യവും അറിയാം. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, അവൻ ഇന്നലെയുടെയും ഇന്നത്തെയും ദൈവം മാത്രമല്ല, അവൻ നാളെയുടെ ദൈവം കൂടെയാ. അതാണല്ലോ പറയുന്നത് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ, അനന്യനാ. മക്കളെ, ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, എനിക്ക് ചില അധികാരം തന്നിട്ടുണ്ട്, അത് പ്രാക്ടിക്കലാക്കുവാൻ നാഴികയെടുത്തു. അത് ഞാൻ ആ വിഷയം കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാം. യേശു പറഞ്ഞു. ആരോട് പറഞ്ഞു? വായിച്ച ശരിക്കും കേട്ടില്ല. ഇത് സംസാരിച്ച ശേഷം ഉയരത്തിലേക്ക് നോക്കി. അപ്പൊ അറിയാം, എനിക്കൊരു വിഷയമുണ്ടെങ്കിൽ പറയാൻ ഒരുവൻ ഉയരത്തിലുണ്ട്. ദൈവമക്കളെ, നമ്മൾ അനാഥരൊന്നും അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഉടയവനുണ്ട്. ഒരു വിഷയമുണ്ടെങ്കിൽ പറയാൻ ഒരാളുണ്ട്. ഉയരത്തിലേക്ക് നോക്കി, യോ എനിക്ക് വയ്യായേ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ലേ, എന്തൊന്നും മറുപടി കൂട്ടിയില്ല. ഒരു പിതാവും മകനുമായുള്ള സംഭാഷണം പോലെ, അല്ലെങ്കിൽ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു തുടങ്ങി. പറഞ്ഞു തുടങ്ങി. നമുക്കും അവനോട് പറയാം. ഹല്ലേലൂയ. ആ ബന്ധം അങ്ങനെയാണെങ്കിൽ പറഞ്ഞാ മതി. പറഞ്ഞ മനസ്സിലായില്ല? മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഫീസ് കൊടുക്കണമെങ്കിൽ, പപ്പ നാളെ, ഡാഡി നാളെ ഫീസ് വേണം കേട്ടോ എന്ന് എന്ത് ചെയ്താൽ മതി? പപ്പ വേണം കേട്ടോ, പപ്പ വേണം കേട്ടോ, ഇങ്ങനെ എല്ലാം പറയണം. ഒന്ന് പറഞ്ഞേ, എന്താ കാര്യം? സ്കൂളിൽ വിടുന്നതിന് പപ്പായ്ക്ക് അറിയാം ഫീസ് വേണമെന്ന്. ഞങ്ങളോട് ഡൽഹിയിൽ പ്രവർത്തിക്കാൻ ഒരാൾ വന്നു. ഞാൻ ഇന്നാൾ പറഞ്ഞു തന്നു, വിവാഹം കഴിഞ്ഞിട്ടില്ല. ആദ്യം സപ്പോർട്ട് എന്തോ കിട്ടുമെന്ന്, പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആയിരിക്കുമെന്ന്, പിന്നെ അറിയാൻ 2 പിള്ളേരുണ്ടായാൽ എന്തോ ഒരു ചിന്തയാണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെന്തുവാ? കല്യാണം കഴിയുമ്പോൾ ആരുണ്ട്? ഒരാളുണ്ട്.
അത് കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിയുമ്പോൾ 2 പേരും കൂടെ ആയാലും 4 പേർക്ക് എങ്ങനെയാ പാസ്റ്റർ ഇതുകൊണ്ട് ചെലവ് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഇയാൾ ജനിക്കുന്നതിന് മുമ്പ് ഇയാൾ കല്യാണം കഴിക്കുമെന്നും കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടാവും എന്നൊക്കെ അവിടത്തേക്ക് അറിയാം. അതിൻ്റെ എല്ലാ പ്രൊവിഷനും സെറ്റ് ചെയ്ത് വെച്ചിട്ടാ വേലയ്ക്ക് പിടിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കമ്പനിക്കാര് റിക്രൂട്ട് ചെയ്താൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഫയർ ചെയ്യും. ഇതുവരെ നമ്മെ അവൻ ഫയർ ചെയ്തിട്ടില്ല. മുമ്പോട്ട് പോട്ടെ. അപ്പോൾ അവൻ നാളത്തെ കാര്യം വരെ അറിയാം. അതുകൊണ്ട് കാര്യം പറഞ്ഞാ മതി. നമ്മളെക്കാൾ നമ്മളെക്കുറിച്ച് കൺസേൺഡ് അവനാണെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ വിഷയം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ഭാവി, നമ്മുടെ സെറ്റിൽമെന്റ്, ഇതെല്ലാം നമ്മുടെ വിഷയമോ, ഒരു തെറ്റുമില്ല. പക്ഷെ ഇതിലും അധികം അറിയാവുന്ന ഒരുവനെയാ സേവിക്കുന്നത്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അബ്രഹാം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ. ഇതൊക്കെ പറഞ്ഞാലും ഈ 50 ഉണ്ടെങ്കിൽ 40 ഉണ്ടെങ്കിൽ 40 ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അവനോട് അങ്ങ് അടുത്തു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, നമുക്ക് അടുക്കാവുന്നിടത്തോളം അടുക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ, നമ്മുടെ കർത്താവാ. അവനോട് എത്രത്തോളം അടുക്കുന്നോ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ. എന്തോ ഒരു ബന്ധം വന്നു നോക്കി. പ്രൈസ് ദി ലോർഡ്. ഈ ബന്ധം എന്ന് പറയുന്ന ശവക്കുഴി വരെയുള്ള ഈ ബന്ധം നിത്യത വരെയുള്ള. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ബന്ധത്തിന്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങൾ ദൈവസഭയിൽ കുറഞ്ഞു കിട്ടും. താൽക്കാലികമായിട്ടുള്ള ബന്ധമല്ല, നിത്യത വരെയുള്ള ബന്ധമാണ്. സ്തോത്രം. ഇതാ മനുഷ്യ ദൈവത്തോടുകൂടെ മനുഷ്യന്റെ കൂടാരത്തിൽ നമ്മളും അവിടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോട്ടെ. യോഹന്നാന്റെ സുവിശേഷം ആരംഭത്തില് യേശു പറഞ്ഞു തുടങ്ങുന്ന നാഴിക വന്നിട്ടില്ലെന്ന ആണോ അല്ലയോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 3-ാം ദിവസം കാനാവിലെ കല്യാണ ദിവസം. ഞാൻ ഒരു ദിവസം നേരത്തെ ഒരു പ്രാവശ്യം ഇതിനെപ്പറ്റി സൂചിപ്പിച്ചതാ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു വന്ന്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആരെപ്പറ്റി പറഞ്ഞു? നസ്രയത്തിലെ തച്ചന്റെ മകൻ യേശു പോകുന്നല്ല പറഞ്ഞത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആ വെളിപ്പാട് കിട്ടിയ വെളിപ്പാടുകാരനായി സ്തോത്രം. ഇത് പറഞ്ഞ് കേട്ടുടനെ ഒരാള്, അന്ത്രയോസ്, 2 പേര്. അന്ത്രയോസ് എന്ത് ചെയ്തു? നീ പാർക്കുന്ന സ്ഥലം വന്ന് കാണി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എന്നെ ക്ലോസ് ആയി തരണമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് വരണമെന്ന്. അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു, രാത്രി മുഴുവൻ സ്പെൻഡ് ചെയ്തപ്പോൾ അവന് മനസ്സിലായി, ഇവനാ മസിയ. മനസ്സിലായവൻ അടങ്ങിയിരിക്കത്തില്ല. ഈ വർഷത്തിന്റെ അവസാന ദൂത് ഞാൻ പറയാൻ പോവാ, മനസ്സിലായവൻ അടങ്ങിയിരിക്കത്തില്ല. പോയി വിളിച്ചു സഹോദരനെ. അവനും ഓടി വന്നു, അറിയാമല്ലോ, ശീമോൻ. അത് കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസും ആ ഗ്രൂപ്പിൽപ്പെട്ടു. ഫിലിപ്പോസ് പോയി നഥനിയേലിനെ കണ്ടു. നഥനിയേല് പിന്നെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ, അവന് മീഖായും അറിയാം. പിന്നെ മീഖ എന്തെന്ന് അറിയാമോ? ബൈബിൾ ഒരു പുസ്തകമാണ്. മീഖായും അറിയാം, അവന് പഴയതും അറിയാം, യെശയ്യാ പ്രവാചകൻ എല്ലാം അറിയാം. എന്നാലും നസ്രയത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ കണക്ക് കൂട്ടലുകൾ, നിഗമനങ്ങൾ മാറ്റിയിടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് മൈൻഡ് സെറ്റപ്പ് ഉണ്ട്, അറിയാമോ? അത് അത്ര ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഡീറ്റെയിൽസിൽ പറഞ്ഞതാ. നമ്മുടെ മൈൻഡ് സെറ്റപ്പിനെ മാറ്റണമെങ്കിൽ അതൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. 2, നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ അപ്പോഴത്തേക്ക് ആളങ്ങ് റിവൈവായി. അയ്യോ, ഉത്തരം
നമുക്ക് ദൂത് കേൾക്കുന്നുണ്ട്, കേൾക്കത്തൂല, അതിന് മുമ്പ് അങ്ങ് വാ വിളിച്ച് കരയുകയും വിഭവം. ആദ്യം ശാന്തമായി ദൂത് കേക്ക്. അത് മനസ്സിലായോ? അറിവായിട്ടു നീ ആരുമല്ല, നീ സാക്ഷാൽ ദൈവത്തിനാ. അപ്പം കർത്താവ് പറയുവാണേ, ഇത്രയും കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് ഇത്രയും കൺഫ്യൂഷനായോ? നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഈ ദൂത് ഏറ്റെടുക്കുന്ന ആരെങ്കിലുമുണ്ട്? നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ടേ. എവിടായിരിക്കുന്നത്, ഏത് ചേരയിലായിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണെന്ന് അറിയാവുന്ന ഒരു ദൈവം. ഞാൻ സ്ലോ ആയിട്ട് പോകുന്നതുകൊണ്ട് സ്തോത്രം കുറയണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മെ അതുപോലെ അറിയുന്ന ദൈവം. അടുത്ത്, അതുകൊണ്ടല്ലേ നീ പറഞ്ഞത് നീ ഇതിലും വലിയത് കാണും. സ്തോത്രം. മൂന്നാം ദിവസം, രണ്ടിനൊന്നൊന്ന് വായിക്കാമോ? ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. നിങ്ങൾക്കറിയാമോ, ഒന്നാം ദിവസമാണ് അന്ത്രയോസ് അവർ ചെന്നത്. രണ്ടാം ദിവസമാണ് നഥനിയേലിനെ കണ്ടത്. അടുത്ത ദിവസം മൂന്നാം ദിവസം നഥനിയേലിന് പറഞ്ഞു, നീ നിന്റെ കണ്ടുകൊണ്ട് ഇതിലും വലിയത് കാണും. പറഞ്ഞവൻ മുഴുവിക്കുവാനും വിശ്വസന. ഗലീലയിലെ കാനാവിൽ, നിങ്ങൾക്കറിയാം, ബൈബിൾ വായിച്ചാൽ വേറെയും കാനാവുണ്ട്, വേറെയും കാനാവുണ്ട്. പക്ഷെ ഗലീലയിലെ കാനാവില കല്യാണം. എന്താ കാര്യം? നഥനിയേലിന്റെ ഗ്രാമമാ ഗലീലയിലെ കാന. ആരോട് പറഞ്ഞോ അവന്റെ ദേശത്ത് അവന്റെ കണ്ണുകൊണ്ട് ദൈവമഹത്വം കാണിക്കും ദൈവമായവൻ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമല്ലേ കേട്ടത്? എവിടെ റിജക്റ്റ് ചെയ്തോ, എവിടെ സ്വീകാര്യമല്ലോ, ആ പട്ടണത്തിൽ, ആ നാളത്തെ, ആ ഗ്രാമത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് ഇന്ന് മുതൽ വിശ്വസിക്കുന്ന ആരെങ്കിലും, ഇന്ന് മുതൽ വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? എന്നോട് എന്റെ ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ, പറഞ്ഞ സ്ഥലത്തും പറഞ്ഞ സമയത്തും എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കട്ടെ. അങ്ങനെയാണ് 2:11 എന്തുവാ എഴുതിയിരിക്കുന്നത്? തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഞാൻ എൻ്റെ ആശയമാണ് പറഞ്ഞത്. 1-ാം അധ്യായത്തിൽ പറഞ്ഞത് 2-ാം അധ്യായത്തിൽ അവന്റെ പട്ടണത്തിൽ, അവന്റെ ഗ്രാമത്തിൽ വെളിപ്പെടുത്തി. ഈ പകൽക്കാലം ഞാൻ അധികം സംസാരിക്കുന്ന സമയം പോകുന്നതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവനാമം മഹത്വം എടുക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നോ? ദൈവം ചെയ്യും. മുൻപോട്ട് പോട്ടെ. ഈ നീ പാർക്കുന്ന ഇടത്ത്, നിങ്ങൾക്കറിയാമോ, എൻ്റെ വിഷയം അതല്ലെങ്കിലും പെട്ടെന്ന് പറഞ്ഞു വിടാം. വായിക്കണ്ട, മർക്കോസ് 5 3 പ്രാർത്ഥനയുണ്ട്. മർക്കോസ് 5 വായിക്കണ്ട, ഞാൻ തന്നെ പറയാം, വായിച്ച സമയം പോകത്തില്ല. 1, പിശാച ഭൂതമാ പ്രാർത്ഥിക്കുന്നത്. ആരോടെന്ന് അറിയാമോ? യേശുവോട് പറയാം, ഞങ്ങളെ ഈ പന്നിക്കൂട്ടത്തിലേക്ക്. കർത്താവ് എല്ലാ ഇതിനും പറഞ്ഞു, എങ്ങനെ ആഗ്രഹം അങ്ങനെ പോയിക്കോ. ചിലരൊക്കെ ചോദിക്കുന്ന പോലെ അങ്ങ് വിടുന്നത് എല്ലാത്തിനും ദൈവീകത ഉണ്ടെന്ന് വിചാരിക്കരുത്. പറഞ്ഞ് മനസ്സിലായില്ല? പന്നിക്കൂട്ടത്തിൽ പോയോ? പന്നിക്കൂട്ടത്തിൽ പോ. നീ ഏതായാലും ആട്ടിൻകൂട്ടത്തിൽ പോകുന്ന ചോദിക്കാൻ നന്നായി. ഞാൻ വിചാരം പറയട്ടെ, കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നവൻ ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. 2, ജന്മികൾ വന്നു. ഇതിന്റെ ഓണേഴ്സ് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന, അപേക്ഷിച്ചെന്നായിരിക്കുന്നത്, പെട്ടെന്ന്
ഈ ദേശം വിട്ടു പോയിക്കോണം എന്ന് അവനോട് അപേക്ഷിച്ചു. ഓ ചാവോ, ഞാൻ പോയിക്കോളാം. അപ്പൊ 2 പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ? രണ്ടാമത്, എനിക്ക് വേറെ പണി, ഞാൻ എൻ്റെ കാര്യം സാധിച്ചു. ഞാൻ എന്തിന് ഈ ദേശത്ത് വന്നു? ആ വിഷയം ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്താ വിഷയം? സ്വന്തം വീടുണ്ട്, പക്ഷെ വീട്ടിൽ സ്ഥാനമില്ല. അപ്പനും അമ്മയുമുണ്ട്, പക്ഷെ അവർക്ക് അവനെ വേണ്ട. ഒരു കമ്മ്യൂണിറ്റി അവനുണ്ട്, ഒരു ദേശം അവനുണ്ട്, ആ ദേശത്ത് അവന് സ്ഥാനമില്ല. എവിടെയാ വസിക്കുന്നത്? കല്ലറകളിൽ. ആരെങ്കിലും വന്ന് ക്ഷേമം അന്വേഷിക്കുന്നുണ്ടോ? എന്താ കാര്യം? അത് അവന്റെ ആ ഭൂതം ബാധിച്ചു. പക്ഷേ അവന് ആർക്കാരില്ലേ ഈ ഭൂമിയിൽ? എല്ലാവരും ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയും, ഒന്നുമില്ലാഞ്ഞിട്ട് എല്ലാം ഉള്ളവനെ പോലെയും ആക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പറഞ്ഞു മനസ്സിലായോ? മൂന്നാമത്തെ പ്രാർത്ഥന, സൗഖ്യം പ്രാപിച്ചോളണേ. ഞാനും കൂടെ പോരട്ടെ. 13 പ്രാവശ്യമല്ലയോ ഫോളോ മീ ഫോളോ മീ എന്ന് പറഞ്ഞേ. ഈ പുള്ളിയോട് എന്താ ഫോളോ മീ പറയാൻ? നിന്നെ ഏത് പട്ടണത്തിൽ ഇഗ്നോർ ചെയ്തോ, നിന്റെ വീട്ടിൽ എവിടെ സ്ഥാനമില്ലയോ, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഒന്ന് നോക്കാൻ പോലും വരുന്നില്ലയോ, നിന്റെ സഹോദരങ്ങൾക്ക് നിന്നെ വേണ്ടായോ, നിന്റെ കമ്മ്യൂണിറ്റിയിൽ നിനക്ക് സ്ഥാനമില്ലയോ, നീ അവിടെ പോയി എന്റെ നാമം പറയണം. ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് പകൽക്കാലം ദൂതനെടുക്കാമോ? നിന്റെ വീട്ടിൽ പോയി നിന്റെ ദൈവത്തിന്റെ നാമം ഉയർത്തുമ്പോൾ ദൈവത്തോട് പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ചില ഭവനങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന ദൂതായി പറയുന്നത്, അത് വിശ്വസിക്കുന്നതിന് മാത്രം ദൂത് ഏറ്റെടുത്താൽ മതി. ചില ഭവനങ്ങളിൽ പ്രാർത്ഥന മറുപടിയായി ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കാൻ പോകുക. എല്ലാ വിഷയത്തിനും ഒരു അറുതിയുണ്ട് കേട്ടോ. ദൈവം പറഞ്ഞാൽ ചെയ്യത്തില്ലേ? ചെയ്യാതെ എവിടെ പോകാനാ? ഈ ദൈവത്തിന്റെ പേര് ജീവിക്കും ദൈവം. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാ. മുൻപോട്ട് പോകട്ടെ. യേശു പറഞ്ഞതെന്നാൽ മഹാപൗരോഹിത പ്രാർത്ഥന 17-ാമത്തെ അധ്യായം. ജനത്തോട് സംസാരിച്ചു, ശിഷ്യന്മാരോട് സംസാരിച്ചു. അടുത്തത് പിതാവിനോട് പറയുക. 4-ാമത്തെ വാക്യം 17:4. 1. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ വിഷയത്തോളം ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുക. അടുത്ത 10 മിനിറ്റ്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നാം ഭൂമിയിലായിരിക്കുന്ന എന്തിനാ? ഒരു സ്തോത്രം പറയാം. ഇനി എങ്ങനെയാ മഹത്വമെടുക്കുന്ന ദൈവം? ഞാൻ ഭൂമിയിൽ പിതാവേ നിന്നെ മഹത്വപ്പെടുത്തി. ഞാൻ മഹത്വപ്പെടുത്തിയതിന്റെ തെളിവ് അടുത്ത്, നീ എനിക്ക് ചെയ്യുവാൻ തന്നത് ഞാൻ തികച്ചു. ഇന്ന് പൽക്കാലം നമ്മോട് വ്യക്തിപരമായി എന്നോടും നിങ്ങളോട് സംസാരിക്കുന്ന ദൂതായത്. ലിജപ്പാഷോടോ പാപച്ചായനോടോ ചോദിക്കുന്ന പോലെ എന്നോട് ദൈവം ചോദിക്കത്തില്ല. നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് നീ ചെയ്തോ? അനക്കമില്ലല്ലോ, അനക്കമില്ലല്ലോ. എനിക്കറിയാം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ചെയ്തോ ഇല്ലയോ എന്ന്. എന്നെ നീ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു. അങ്ങനെ ഈ കഴിഞ്ഞ 33.5 വർഷം നിന്റെ നാമം എന്നിൽ കൂടെ മഹത്വപ്പെടുത്തു. ഈ മക്കളെ, ഞാൻ ഈ വർഷത്തിന്റെ ആരംഭത്തിലാണെന്ന് തോന്നുന്നു ഒരു മെസ്സേജ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? കംപ്ലീറ്റ് യുവർ അസൈൻമെന്റ്.
യോഹന്നാനല്ല, ഉൽപ്പത്തി 47 സോറി 45:7 വായിക്കാമോ? പെട്ടെന്ന് വായിക്കണേ, നിങ്ങൾ ലേറ്റ് ആയാൽ എൻ്റെ സമയം പോവും. ആ, ഇതാരുടെ സ്റ്റേറ്റ്മെന്റ് ആണെന്നറിയാമോ? ജോൺ 45 സോറി ജോൺ അല്ലല്ലോ, ജനസിസ് 45:7. യോസേപ്പ് പറയുക ആരോടാ? സഹോദരന്മാരോട്. എന്തോ പറയുന്നത്? ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും. അടുത്തത്, നിങ്ങളെ രക്ഷിക്കേണ്ടതിന്, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കേണ്ടതിന്, നിങ്ങൾക്ക് സന്തതി ഉണ്ടാകേണ്ടതിന്. അടുത്തത്, ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ. ഇത് വല്ല ശരിയാന്നു? മനസ്സിലായില്ല. ഈ നടന്നതല്ല ഇതാണോ? ആ ടോപ്പിക്കിനോട് ഞാൻ പറയാം. എന്താ യോസഫ് പറയുന്നറിയാമോ? ഇതെന്റെ അസൈൻമെന്റ് ആയിരുന്നു. സ്വന്തം അപ്പനും സഹോദരന്മാരും നിന്നെ മറന്നു കളഞ്ഞതും, സഹോദരന്മാർ പൊട്ടക്കേറ്റിൽ വലിച്ചെറിഞ്ഞതും, പിന്നീട് അടിമയായി വിറ്റതും, പിന്നീട് പൊത്തിപ്പേറിന്റെ ഭവനത്തിലെ വിഷയവും, പിന്നെ ജയിലിൽ പോയതും ഒക്കെ അസൈൻമെന്റ് ആയിരുന്നു. ജീവിതത്തിന് സാഹചര്യങ്ങൾ മാറുമ്പോൾ കർത്താവിനെ കുറ്റം പറയരുത്. നീ എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത, എൻ്റെ വിഷയത്തിന് വിടുതൽ എന്താ ലഭിക്കാത്തത് എന്നും ചോദിക്കരുത്. അത് എൻ്റെ കർത്താവ് തന്ന അസൈൻമെന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? നീ ആയിരിക്കുന്ന ഓഫീസിലും, നീ ആയിരിക്കുന്ന ഹോസ്പിറ്റലിലും, നീ ആയിരിക്കുന്ന ഭവനത്തിലും, നീ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലും, ഹല്ലേലൂയ, ദൈവം ചില അസൈൻമെന്റ് തന്നാക്കിയിരിക്കുക. ഒരു നല്ല സഹോദരൻ പറഞ്ഞില്ല, കൊച്ചുപോകാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ വന്നു. വന്നവണ്ടെ കളിയാ. പക്ഷേ അന്ന് പുള്ളിക്ക് പകുതി സമയം കളിക്കണ്ട. എന്നറിയാമോ? അവർക്ക് അവരുടെ സ്കൂളിലൊക്കെ ഒരാഴ്ചത്തെ ഒന്നിച്ചാ ഹോംവർക്ക് കൊടുക്കുന്നത്. ആദ്യം അവന് ഇരുന്ന് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തു. പിള്ളേർക്ക് പോലും അറിയാം, വലിയവർക്ക് അറിയത്തില്ല. എന്താ കാര്യം? വെള്ളിയാഴ്ച ആ അസൈൻമെന്റ് കൊണ്ടുപോകണം. വെള്ളിയാഴ്ച കൊടുത്തില്ലെങ്കിലേ ഇവര് പിന്നെ വേണം എഴുന്നേപ്പിച്ച് കൊടുത്താൽ ഇവർ ഗെറ്റ് ഔട്ട് ചെയ്യും. പിന്നെ അപ്പനെ അമ്മയെ പിടിച്ചുകൊണ്ട് വരാൻ പറയും. അതുകൊണ്ട് അവർക്ക് ഇവിടെ നമുക്കെന്തോ പേടിയാ. ഏതായാലും വല്ല വിധേനം ഉരുണ്ടായാലും അങ്ങ് ചെല്ലണം. അതാ നമ്മുടെ ആവശ്യം. അങ്ങനൊന്നും ചെല്ലത്തില്ല കേട്ടോ. ഉരുണ്ട് ചെല്ലുമ്പോൾ പിടിച്ചു കയറ്റുന്ന സ്ഥലമൊന്നും അല്ലത്. സ്തോത്രം. കംപ്ലീറ്റ് യുവർ അസൈൻമെന്റ്. അവിടെ ചെല്ലുമ്പോൾ അതിനാ പ്രതിഫലമുള്ളത്. അങ്ങേ കരയിൽ വേണ്ട ഞാൻ പാടിക്കപ്പിയാ. പിന്നെ മതി. പ്രൈസ് ദി ലോർഡ്. എന്തുവാ യോസേപ്പേ? എനിക്ക് വളരെ ഇഷ്ടമാ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് വേണ്ടിയാ. അങ്ങനാണെങ്കിൽ നീ പോകുന്ന പാന്താവിൽ മറ്റുള്ളവർക്ക് ചില വിടുതലുണ്ട്. ഒരു ഭക്തൻ പറയാ, ഇതൊക്കെ പറഞ്ഞാലും ഞാനിപ്പം ജയിലില്ല. ഞാൻ നിങ്ങളെ ആരംഭം എനിക്കറിയാം. ലുദിയ രക്ഷിക്കപ്പെട്ട സമയം മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. ഏത് ലേഖനമാ? ഫിലിപ്പ് ലേഖനം. ഞാനിപ്പോൾ ജയിലില്ല ക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തം. പക്ഷേ ലുദിയ രക്ഷിക്കപ്പെട്ട ആദ്യ ദിവസം മുതൽ ഫിലിപ്പിയ സഭയുടെ ആരംഭം എനിക്കറിയാം. അതുകൊണ്ട് വല്ല വിധേനയും എനിക്ക് ഇവിടുന്ന് ഒരു വിടുതൽ വേണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മനസ്സ വാച കർമ്മണ നോവേ ഐ ആം ഹാപ്പി ഹിയർ. ഒരു സ്തോത്രം പറയണേ. ഞാൻ ഇവിടെ ചിലരൊക്കെ മോഹം കണ്ടാൽ ഈ സാമ്പാർ കുടിച്ച പോലെ ഇരിക്കുന്നു.
ഇത് പിന്നെ ഇപ്പൊ എന്താ കാണത്തില്ല, കറുത്തതും ചുമന്നതും പച്ചയൊക്കെ കാണത്തുള്ളൂ, വെള്ളയൊക്കെ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ആരാധിക്കുമ്പോഴും മിണ്ടത്തില്ല, സ്തോത്രം പറയുമ്പോഴും മിണ്ടത്തില്ല, തുതിക്കാൻ പറഞ്ഞാലും മിണ്ടത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് വലിയ രസമാ. നിങ്ങൾക്ക് വേണ്ടിയാ എന്നെ ഇവിടേക്ക് അയച്ചത്. സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ പോകുന്ന പാന്താവ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവാം. യേശു സമരിയയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇവർ ആഹാരം എല്ലാം കൊണ്ട് വന്നപ്പോഴേ, നീ ഭക്ഷിക്കുന്ന ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാ എന്റെ ആഹാരം. പ്രവൃത്തി തികയ്ക്കുന്നതാ. അതിന്റെ അർത്ഥം എന്തുവാ? തികച്ചില്ല. പക്ഷേ കാൽവറിയിലേക്ക് നോക്ക്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യോ, ഞാൻ പോയേ എന്നുള്ള പറയുന്നത്, അയച്ചവന്റെ പ്രവൃത്തി തികച്ചു. നാഴിക വന്നു, അയച്ചവന്റെ പ്രവൃത്തി തികച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ അയച്ചവന്റെ പ്രവൃത്തി തികച്ചത് കൊണ്ടാ ഇന്ന് നാം ഈ ആലയത്തിലായിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മെ ഏൽപ്പിച്ചത് ക്രിസ്തുയോട് ചെയ്യാതെ ഇരുന്നാൽ എത്രയോ പേർ ദൈവസന്നിധിയിൽ കാണാതെ പോകും. ഞാൻ ശാന്തമായത് ചിന്തിക്കാൻ വേണ്ടിയാ. നമ്മെ ഏൽപ്പിച്ചത് ക്രിസ്തുനിഷ്ഠയോട് കൂടെ ചെയ്യാതെ ഇരുന്നാൽ എത്രയോ പേർ നിത്യതയിൽ കാണാതെ പോകും. മനസ്സിലായില്ല? എനിക്കറിയാൻ മനസ്സിലായില്ല. ആ ഇരിപ്പ് കണ്ടാലേ മനസ്സിലായില്ല. അവനെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ശുശ്രൂഷ അവസാനിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത്. നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്താൽ അനേക ജീവിതങ്ങൾ ദൈവാലയത്തിലേക്ക് ഒരുവൻ ദൈവം മുഖാന്തരം ഒരുക്കും. ഞാൻ ഇന്ന് ഇത് നിർത്തി, ഇത് ക്ലോസ് ചെയ്ത് പറ്റത്തുള്ളൂ. കാരണം അടുത്ത ആഴ്ച പിന്നെ തുടങ്ങിയാൽ നിങ്ങൾ എന്തോ പരിപാടിയാന്ന് പറയും. ഒന്നാമത്തെ എന്തുവായിരുന്നു അവൻ പറഞ്ഞത്? ഞാൻ നിന്റെ നാമം പ്രവർത്തി തികച്ചു. 2 വേഴ്സ് 6. കേട്ടോണേ, എനിക്ക് നീ തന്നിട്ടുള്ള മനുഷ്യർക്ക്. ബാക്കി എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ ദൂത് കിട്ടുന്നുണ്ടോ? ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ എത്ര പേര് അതല്ല വിഷയം. നീ ആയിരിക്കുന്നിടത്ത് ചിലരെ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഈ ദൂത് ഈ വർഷം ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കമോൺ. ഹോസ്പിറ്റലായാലും, ജോലി സ്ഥലത്തായാലും, ഫാക്ടറിയിലായാലും, കമ്പനിയിലായാലും, കമ്മ്യൂണിറ്റിയിലായാലും, ഏത് സ്ഥലത്തായാലും ദൈവം നിനക്ക് വേണ്ടി ചിലരെ മാറ്റി വെച്ചിട്ടുണ്ട്. പോരാ, ഇത്രയൊന്നും സ്വതന്ത്രം പറഞ്ഞാൽ പോരാ. അതിന് എന്തിനു വേണ്ടിയാ? അവന്റെ നാമം വെളിപ്പെടുത്താൻ. ദൈവമക്കളെ, നമുക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ബൈബിള് പഠിച്ചിട്ടില്ല, യെശയ്യാ എവിടാന്ന് അറിയത്തില്ല. നോ വറി, നിനക്ക് അറിയണ്ട. പക്ഷെ ജീവിതം ഒരു പത്രമാണ്. 1000 പ്രസംഗത്തെക്കാൾ നല്ലതാ കൃപയോടുകൂടിയ ഒരു വാക്ക്. എന്താ കാര്യം? നിന്റെ കമ്മ്യൂണിറ്റിയെ ദൈവം നിനക്ക് തന്നിരിക്കുക. വിശ്വസിക്കുന്ന ആരെങ്കിലും ദൈവം മാറ്റി തന്നിരിക്കുക. ആ ഉത്തരവാദിത്വം ദൈവസഭ ഏറ്റെടുത്താൽ മറ്റ് സഭകൾ ഇങ്ങോട്ട് വലിക്കാൻ തോന്നത്തില്ല.
ഈ ദൗത്യം ഇല്ലാത്തത് കൊണ്ട് പാവപ്പെട്ട ദേവദാസന്മാരെ കണ്ണൂർ കുളിപ്പിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന പൗലോസ് പറയാന്നേ, ഇതൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു കാര്യം അറിയണം, ഈ ജയിലിലും ചില ആത്മീയ സന്താനങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ കിടന്നാലും ഞാൻ സന്തുഷ്ടനാണ്. കാരണം ഇത് എൻ്റെ അസൈൻമെന്റാ. മനസ്സിലായോ? ഈ ജയിലിലുള്ളവരെ ദൈവം എനിക്ക് തന്നിരിക്കുക. ഒരു സ്വതന്ത്രം പറയാമോ? അവരിൽ ചിലര് നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു, അവർ ക്രിസ്തുവിനുള്ളവരായി തീർന്നു. ഒരു നല്ല സ്വതന്ത്രം പറയണേ. ഹല്ലേലൂയ. ജയിലിൽ പോയി ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസനാണ് ഡോക്ടർ ഐസക്. അവിടുത്തെ സാഹചര്യം അദ്ദേഹത്തിന് അറിയാം. ആരെയും വേണ്ടാത്തവരെ ഉണ്ട്, ആരെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് ജയില് മാത്രം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കും. ഒന്ന് വിശ്വസിക്കാമോ? ഇനി 3 വേഴ്സ് 8. ഞാൻ എന്ത് ചെയ്തു? നമ്മൾ കിട്ടാതെ എങ്ങനെയാ കൊടുക്കുന്നത്? സ്വതന്ത്രമാണ്, നല്ല സ്വതന്ത്രമാണ്. നീ എനിക്ക് തന്ന വചനം. ദൈവമക്കളെ, നമ്മുടെ ഈ ടാക്ടിക്സ് ഒന്നും വില പോകത്തില്ല, ഈ വചനമേ വില പോകത്തു. നമ്മൾ എത്രയൊക്കെ ട്രിക്ക് പറഞ്ഞാലും. പണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഡൽഹി ചുറ്റുപാടുമുള്ള 278 ഗ്രാമങ്ങളിൽ ഞങ്ങൾ നടന്നു പോയി സുവിശേഷം അറിയിച്ചു. ഞങ്ങളുടെ ഒരു ദേവദാസനുണ്ട്, അപ്പം പാക്കറ്റ് കൊടുക്കുന്ന മെയിൻ വിഷയം. അപ്പം അവിടെ നിന്ന് അടുപ്പിക്കത്തില്ല, ഗ്രാമങ്ങളിലും എല്ലാം മറ്റവരാ. ഈ ദേവദാസൻ പറയുന്നത് ഭർത്താക്കന്മാരെ മിക്കവാറും ജോലിയിലോ അല്ലെ ഭാര്യമാരുടെ, നിന്റെ ഭർത്താവിന് ഇന്റർവ്യൂ കാർഡാ, ഭർത്താവിന് ജോലി കിട്ടി, ജോലിക്ക് വേണ്ടി വിളിയാവുണ്ട്, ഇന്റർവ്യൂ കാർഡ് എന്ന് പറയുമ്പോൾ അവർ 50 പൈസ ഉള്ള പാക്കറ്റിനാ, പക്ഷെ 5 രൂപ തന്നങ്ങ് മേടിക്കും. അവസാനം ഭർത്താവ് വരുമ്പോൾ ഇത് കണ്ടിട്ട് വീട്ടിൽ ബഹളം. പിന്നെ ആ ഗ്രാമത്തിൽ ഞങ്ങളെ കയറ്റാതായി. വല്ല കുഴപ്പമുണ്ടോ? ആ ദേവദാസൻ ഈ പട്ടണത്തിലുണ്ട്, അതാ വേറെ വിഷയം. കൂടെയായിരുന്നു, എങ്ങുമില്ലാതായി പോയി. സ്വതന്ത്രം പറയാമോ? നമുക്ക് ഈ വെളച്ചിലൊന്നും വേണ്ട. യുവർ ഡ്യൂട്ടി ടു പ്രസന്റ് ദ വേർഡ്. ഈ വചനം ഞാൻ ഡൽഹി നോർത്ത് ഇന്ത്യയിൽ വരുന്ന ദേവദാസന്മാർ പറയും, ഹിന്ദി അറിയണ്ട, വേണ്ട, കുഴപ്പമില്ല, സാവകാശം പഠിച്ചാൽ മതി. പക്ഷെ ഒരു വാക്യം ഹിന്ദിയിൽ പറഞ്ഞ് കേൾപ്പിക്കാൻ പഠിക്കണം. ആ വാക്യത്തിൽ ജീവനുണ്ട്. ആ വാക്യത്തിനകത്ത് ജീവൻ വ്യാപരിക്കുമെങ്കിൽ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. ചിലർക്ക് വചന ധ്യാനം വേണ്ട, ആരാധന മതി. ചിലർക്ക് ആരാധന വേണ്ട, വചനം മതി. രണ്ടും ഒരുപോലെ വേണം. 1 മണിക്കൂർ 1.5 മണിക്കൂർ ആരാധന, 10 മിനിറ്റ് പ്രസംഗം. ഒരു സ്വതന്ത്രം പറയണേ. കഴിഞ്ഞ ദിവസം എവിടെ വെച്ചോ ഞാൻ കേട്ടു, ആരാധന ഒരു ലൈഫ് സ്റ്റൈലാ. ഇവിടുത്തെ 2 പാട്ട് പാടുമ്പോഴല്ലേ ഈ ആരാധന വരുന്നത്. ഒരു സ്വതന്ത്രം പറയാമോ? നീ ഡ്രൈവ് ചെയ്യുമ്പോഴും, നീ പോകുമ്പോഴും, നീ വരുമ്പോഴും, നീ ദൈവത്തെ ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നിന്റെ പ്രാർത്ഥനയും നിന്റെ ആരാധനയും നിന്റെ പാട്ടും നിന്റെ പ്രസംഗം കേൾക്കുന്നതും പ്രസംഗം പറയുന്നതും എല്ലാം ഈസ് എ മോഡ് ഓഫ് വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. ജീവിതമേ എന്തിനാ? വർഷിപ്പിന് വേണ്ടിയാ. വർഷിപ്പ് ചെയ്യുന്ന ആരാ? അവനെ സ്നേഹിക്കുന്നവൻ. വചനം. ഞാൻ പറയട്ടെ, ഒരു ഭവനത്തിൽ നീ കടന്നു പോകുമ്പോൾ ആ ഭവനത്തിലെ അന്ധകാരം മാറണമെങ്കിൽ നീ അവിടെ പോയി നിലവിളക്ക് കത്തിക്കൊന്നും വേണ്ട, വചനം പറഞ്ഞാൽ മതി. ഈ വചനത്തിൽ ജീവനുണ്ട്, ചൈതന്യമുണ്ട്, അന്ധകാരം മാറുന്ന പ്രകാശമുണ്ട്.
ഞാൻ പലപ്പോഴും പറഞ്ഞു തെളിവാ, 4-ാം ദിവസം ആ സൂര്യനും ചന്ദ്രനും ഉണ്ടായത്. പക്ഷേ 1-ാം ദിവസം മുതൽ വെളിച്ചമുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായത്? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഈ വചനമാണ് വെളിച്ചം ഇന്ന കാലത്തെ മാറ്റുന്നെങ്കിൽ നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിൽ, കുടുംബങ്ങളുടെ മധ്യേ അന്ധകാരം വ്യാപരിക്കുന്നു. അവിടെ വചനം പറ. വേഴ്സ് 4 അടുത്തത് വേഴ്സ് 12. ഐ എം സോറി, 8 കഴിഞ്ഞു. 12. ആ, ഞാൻ അവരെ കാത്തു. നമ്മെ കാക്കുന്നുണ്ടോ? എന്നെ കരുതും, എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും. ഒന്നുകൂടെ ധ്യാനിച്ച് പാടാമോ? എന്നെ കരുതും, എന്നെ പുലർത്തും, എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. മതി. ഹല്ലേലൂയ. ക്ലിയറായി. എന്നെ കരുതുന്ന ഒരുവനുണ്ട്. ഓ, എന്നെ സൂക്ഷിക്കുന്ന ഒരുവനുണ്ട്. പുതിയ നിയമത്തിലുള്ള വാക്യമുണ്ട്, ഞാൻ പറയാം. ദൈവമോ വിശ്വസ്തൻ. ഇതാരുടെ കാര്യം പറയുന്നത്? എന്റെ ദൈവത്തിന്റെ കാര്യമാണ്, നിങ്ങളുടെ ദൈവത്തിന്റെ കാര്യം പറയുന്നത്. ദൈവമോ വിശ്വസ്തൻ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നമ്മെ സൂക്ഷിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം അനുവദിക്കാതെ ദുഷ്ട എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറയിൽ ഒന്നും ചെയ്യത്തില്ലെന്ന് വിശ്വസിക്കാമോ? And the last point, 18. 17-18 അത് തന്നെ. ആ, ഞാൻ അയക്കപ്പെട്ടവനാ. എന്റെ പിതാവ് എന്നെ അയച്ചതാ. നീ എന്നെ അയച്ചതുപോലെ എന്റെ പ്രവൃത്തി ഞാൻ ചെയ്തു. പക്ഷെ ഞാൻ അവരെ അയക്കാൻ പോവുക. മനസ്സിലായില്ല. ചില വർഷം മുമ്പ് ഇന്ന കുടുംബം ഞാൻ ജനിച്ചു. നോനോ അതല്ല, ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചതാ. വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? നമ്മളെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നല്ലയോ? പിതാവേ, നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ അയക്കുന്നു. നീ ജോലി എന്നെടുത്തു, നീ അവിടെ ഇവിടേക്ക് പോകുമ്പോൾ എന്നെ എന്റെ ദൈവം അയച്ചതാണെന്ന് വിശ്വസിക്കുന്നു. എന്നോടത്തിന്റെ ചെന്ന് പോയപ്പോ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് ചില വീടുകളൊക്കെ പോകുമ്പോൾ ചോദ്യമാ, കിസിനെ പോലെ ഇതാനിക്കലേ? ആരാ പറഞ്ഞു? നമ്മൾ ऊपर से ऑर्डर मिला है. ऊपर से अच्छा जी आ जाओ बैठ जाओ. किसने भेजा? ऊपर से. വാഹനമെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഏതായി ഊപ്പർ എന്ന്. ഊപ്പർ ഞാൻ വല്ല കള്ളവും പറഞ്ഞു. ഉയരത്തിൽ നിന്ന് പാട്ട് പാടാൻ സമയമില്ലല്ലോ. വേണ്ട വായിക്കെടുക്കണ്ട. പാട്ട് പാടാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പാടുന്നില്ലെന്ന്. പെരുവെള്ളത്തിൽ നിന്നെ അപ്പൊ ഉയരത്തിൽ നിന്നല്ലേ വലിച്ചെടുത്തത്. അപ്പൊ നിനക്ക് ഒരു ചാൻസ് ഉണ്ട് പറയാൻ, എന്നെ അവിടുന്ന് അയച്ചിരിക്കാന്നാ ഞാൻ പറഞ്ഞു. അനേകരും വിശ്വാസം വന്നു കേട്ടോ, അങ്ങനെയുള്ളവരൊക്കെ. എന്നെ എന്റെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതാണെന്ന് വിശ്വസിക്കുന്നു. എന്നാ ഒരു കാര്യം, അയച്ച പ്രവൃത്തി കഴിയുമ്പോൾ തിരികെ വിളിക്കും. ആ സമയം എന്നാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ആരംഭം കണ്ട എത്ര പേർ ഇന്നില്ല.
ഇന്നാണോ നാളെയാണോ നമ്മുടെ അവസാനം എന്ന് അറിയുന്നില്ല. ഒരു സ്വതന്ത്രം പറയണേ. എത്രയോ ദേവദാസന്മാർ 2020-ലും 2021 ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മളെ ഭവനത്തിൽ നിന്ന് എത്ര പേർ കടന്നുപോയി. നാളെയാണോ നമ്മുടെ നമ്പർ എന്ന് അറിയത്തില്ല. എന്നാൽ നമുക്ക് പറയുവാൻ കഴിയുമോ, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു. ഒന്ന് എഴുന്നേക്കാമോ? നീ എന്നെ ഏൽപ്പിച്ചത് ശാന്തമായിട്ട് ഈ പകൽക്കാലം 2021 അവസാന ആഴ്ചകളിലേക്ക് വന്നിരിക്കുക. അമേരിക്കയിൽ ദൈവം കൊണ്ടുവന്നു, ഹ്യൂസ്റ്റണിൽ ദൈവം കൊണ്ടുവന്നു. സാമാന്യം നല്ല സെറ്റപ്പ് കർത്താവ് തന്നു. ഇതാണോ ദൈവത്തിന്റെ ഉദ്ദേശം? ഈ ദൂതം ഏറ്റെടുത്തേ. നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ഇടപാട് കൊണ്ട് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വരുന്നുണ്ടോ? നിനക്ക് തന്നിരിക്കുന്ന ഒരു ജനമുണ്ടല്ലോ, ഒരു ഗ്രൂപ്പ്. ഒരുപക്ഷെ നിന്റെ റിലേറ്റീവ്സ് ആയിരിക്കാം, നിന്റെ ഭവനക്കാരായിരിക്കാം, നിന്റെ കമ്മ്യൂണിറ്റി ആയിരിക്കാം, നിന്റെ ജോലി സ്ഥലമായിരിക്കാം. അവിടെ നീ അവന്റെ നാമം വെളിപ്പെടുത്തുന്നുണ്ടോ? ശാന്തമായി ചോദിക്കുക ദൈവാത്മാവ്. വചനം കേട്ട് തല വീർത്തില്ലേ? ആർക്കെങ്കിലും അത് പകർന്നു കൊടുക്കുന്നുണ്ടോ? ആരോടെങ്കിലും ഫോണെങ്കിലും എടുത്ത് ഗോസിപ്പ് പറയാതെ ഈ വചനം ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ? നീ ഭയപ്പെടരുത്, ധൈര്യത്തോടെ ശുശ്രൂഷിച്ചോ. നിന്നെ സൂക്ഷിക്കുന്നവൻ, നിന്നെ കാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ദൈവമൈതലേ, നീ ദൈവമൈതലാണെങ്കിൽ ഈ ഭൂമിക്കുള്ളവനല്ല. നിങ്ങൾ ലോകക്കാരല്ലെന്നാ ബൈബിൾ പറയുന്നത്. പക്ഷെ അയക്കപ്പെട്ടവരാ. 33.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ്, നാഴിക വന്നിരിക്കുന്നു. It is finished. കാരാഗ്രഹത്തിൽ ഒരു ശബ്ദം കേൾക്കാം. Yes, I am a satisfied person. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോസ്തലനായ പൗലോസ്. മാത്യുമനെ, അഥവാ നിങ്ങളുടെ പേരെടുത്ത് പറ. നമ്മോട് ഉള്ള ബന്ധത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് പറയുവാൻ കഴിയുമോ? ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാമതിവേഗം, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാമതിവേഗം. കരയിൽ നിന്നും
കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹിതരേവരും മറന്നുപോകുന്ന സാഹചര്യമുണ്ട്. ഒന്നിച്ച് യാത്ര ചെയ്ത പലരും സ്റ്റേഷൻ വന്നപ്പോൾ ഇറങ്ങിപ്പോയി. ഇന്ന് കണ്ടവർ നാളെ മുഖം മറിച്ചു പോകുമ്പോൾ നിനക്ക് പറയുവാൻ ഒരിടമുണ്ട്. നിനക്ക് പോയി പറയുവാൻ ഒരിടമുണ്ട്. ഇതാരാണെന്നറിയാമോ? വീട്ടിൽ ചെല്ലുന്നതുവരെയും നിത്യഭവനത്തിൽ ചെന്നെത്തുന്നതുവരെയും നന്നായി നടത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാനം ഒന്നുകൂടി അവരോടൊന്ന് അടുക്കാമോ? Yes, Lord. I want to complete my assignment. എന്നെ നീ എവിടെയാക്കുന്നു? ഏത് സാഹചര്യമാണോ നീ നല്ലതുപോലെ അറിയുന്നു. അത് ഫുൾഫിൽ ചെയ്യുവാൻ പിറുപിറുക്കാതെ, അധൈര്യപ്പെടാതെ, നിരാശപ്പെടാതെ, ചോദ്യം ചെയ്യാതെ അത് ഫുൾഫിൽ ചെയ്യുവാൻ എനിക്ക് കൃപമേൽ കൃപ വേണം എന്നത് പറയാമോ? കൃപമേൽ കൃപയാൽ നീടുവാൻ കൃപമേൽ കൃപയാൽ നീടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുക. ഓ ധരയിൽ നടന്നതൻ ശരണം നമ്മൾ കരുളും ശാശ്വത ശരണം. ധരയിൽ നടന്നതൻ ശരണം നമ്മൾ കരുളും ഓല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. ഓല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. വരുവിൻ യേശുവിൻ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൽ. ഓ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൽ. പ്രാർത്ഥനയോടെ ഒരു തീരുമാനമെടുത്തു മടങ്ങാം. ഒരു പുതിയ ആരംഭത്തിന്റെ വർഷമായത്. പുതിയ തീരുമാനങ്ങളുടെ വർഷമായി തീരട്ടെ. കാര്യം തീർക്കുന്ന നാൾ, കണക്ക് തീർക്കുന്ന നാൾ. കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? പൊന്നച്ചായൻ പ്രാർത്ഥന സഹായിച്ചാൽ.
താങ്ക് യു ലോർഡ്. Thank you, Lord. Thank you, Jesus. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Thank you, Father. Thank you, Father. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചയക്കുന്നു. ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ നമ്മളെ സൂക്ഷിപ്പാൻ അവിടുന്ന് വിശ്വസ്തനായ ദൈവമായിരിക്കാൻ സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് ദൃഢമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളും ഇന്നും എന്തേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നിന്ന് പോലെ കാലം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത സെഷൻ നിൽക്കുന്നു, വെയിറ്റ് ചെയ്ത് നമുക്ക് വെളിയിൽ പോയി സംസാരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.